ഇനി നമ്മൾ അടുത്തത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സാണ് അല്ലേ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, വൺ ഹൂ കൺസ്യൂം എ ഗുഡ്സ് ഓർ സർവീസ് ഹീ ഈസ് നോൺ ആസ് അല്ലെങ്കിൽ ഷീ ഈസ് നോൺ ആസ് എ കൺസ്യൂമർ അല്ലേ. ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളെ നമ്മളെന്ത് പറയുന്നു, കൺസ്യൂമർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളെല്ലാ സ്ഥലം ഇപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അല്ലേ, കുറേ വാക്കുകളുണ്ട്, അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, കസ്റ്റമർ ഈസ് ദ കിങ് അല്ലേ. എന്താ, ഉപഭോക്താക്കൾ ആരെ പോലെയാണ്, രാജാവിനെ പോലെയാണ്. എന്താ രാജാവിനെ പോലെയാണെന്ന് പറയാൻ കാരണം അവിടെ കസ്റ്റമർക്കാണ് വാല്യൂ അല്ലേ. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കണോ, അത് വേണ്ടാന്ന് വെക്കണോ, അല്ലെങ്കിൽ എത്ര പൈസ അത് വാങ്ങിക്കണം, അത് ഉപയോഗപ്രദമാണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരം ആർക്കാണ്, ഒരു കസ്റ്റമർക്കാണ് അല്ലേ. വൺസ് എ ബിസിനസ് പ്രൊഡ്യൂസിങ് എ ലാർജ് എമൗണ്ട് ഓഫ് ഗുഡ്സ് ബട്ട് ദർ ഈസ് നോ കസ്റ്റമർ ഫോർ ദാറ്റ് പ്രോഡക്റ്റ്, ഈസ് ഇറ്റ് വർത്തി അല്ലേ. നമ്മൾ ഒരു സമയത്ത് കുറച്ചധികം എന്തുണ്ടാക്കുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ. ആ ഉൽപ്പന്നങ്ങൾക്കൊന്നും കസ്റ്റമറില്ല എങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ വേർത്തിയാണോ, ഉപയോഗപ്രദമാണോ, അല്ല അല്ലേ. ആ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വേസ്റ്റാണ്. സോ കൺസ്യൂമേഴ്സ് ആർ ദ കിങ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ദേ ആർ ദ അൾട്ടിമേറ്റ് ജഡ്ജ് ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സ് അല്ലേ. ഒരു കസ്റ്റമറാണ് എന്ത്, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ കസ്റ്റമറുടെ ഇൻ്റർപ്രട്ടേഷൻ അല്ലെങ്കിൽ അയാളുടെ പെർസെപ്ഷൻ അല്ലേ. ഒരു കസ്റ്റമറുടെ നിഗമനം, അയാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സക്സസ് അല്ലെങ്കിൽ നിലനിൽപ്പ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ every business organization need to satisfy its customers regarding quality of goods or services, the price and weight etc അല്ലേ. ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തായാലും അല്ലേ, ആ ഓർഗനൈസേഷൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സിനെ സംതൃപ്തരാക്കുക, സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതാണ്. എങ്ങനെ സംതൃപ്തരാക്കാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ട്, അതായത് ക്വാളിറ്റി ഗുഡ്സ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഗുഡ് ക്വാണ്ടിറ്റി വെയിറ്റ് കൊടുത്തിട്ട്, നല്ല അളവിൽ സാധനങ്ങൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഗുഡ് സർവീസസ് കൊടുത്തിട്ട്, നല്ല സേവനം കൊടുത്തിട്ട്, അല്ലെങ്കിലോ ഗുഡ് പ്രൈസ് കൊടുത്തിട്ട്, നല്ല വിലയിൽ, നല്ല അനുയോജ്യമായ വിലയിൽ സാധനങ്ങൾ സെർവ് ചെയ്തിട്ട്. അപ്പോൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ അവരുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് അല്ലേ. സോ നമ്മളിവിടെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്താ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ കസ്റ്റമേഴ്സിനോട് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്, എന്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അല്ലേ. ഒരു 10-12 റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. സോ ഫസ്റ്റ് വൺ പറയുന്നത് ഗുഡ്സ് ഓഫേർഡ് ടു കൺസ്യൂമേഴ്സ് ഷുഡ് ബി ഗുഡ് ക്വാളിറ്റി അല്ലേ. ഏതൊരു ഓർഗനൈസേഷനായാലും ആ ഓർഗനൈസേഷൻ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് അത് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുള്ളതായിരിക്കണം, ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം. നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ആർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. ഇനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, they should develop that product only after studying the needs, wants, fashions and habits of consumers അല്ലേ. ഒരു ഉൽപ്പന്നം ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കേണ്ടത്, അവർ നല്ലൊരു പഠനം നടത്തണം. എന്ത് പഠനമാണ് നടത്തുന്നത്, കൺസ്യൂമേഴ്സിനെ കുറിച്ച് പഠിക്കണം. എന്താ കൺസ്യൂമേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ടത്, കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് എന്താ, അവരുടെ ആവശ്യം എന്താ, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, ഇപ്പം അവരുടെ ഫാഷൻ എന്താ, അവരെപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്താ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടത്, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കേണ്ടതും ആ ഉൽപ്പന്നം കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കേണ്ടതുമെന്നാണ് ആദ്യത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത് അല്ലേ. ഇനി രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്നത് ഹൈ പ്രൈസസ് ഷുഡ് നോട്ട് ബി ഇമ്പോസ്ഡ് ഓൺ കൺസ്യൂമേഴ്സ്. പല ബിസിനസ് സ്ഥാപനങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു ചെറിയ ഉൽപ്പന്നത്തിന് അമിതമായിട്ടുള്ള പണം ഈടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് കാണിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉത്തരവാദിത്തം ഓർഗനൈസേഷൻ എങ്ങനെയാണ്, ഷോയിങ് ഫേവറബിൾ അല്ലെങ്കിൽ ആഡക്വേറ്റ് പ്രൈസ് ടു ദി പ്രൊഡക്ട്സ് അല്ലേ. ശരിയായ രീതിയിൽ ആഡക്വേറ്റ് ആയിട്ടുള്ള പ്രൈസിങ് ഏതിൻ്റെ മുകളിൽ, ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ കാണിക്കുക എന്നുള്ളത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്
റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിങ് പോളിസി ആയിരിക്കണം ഓർഗനൈസേഷൻ കൊണ്ടുവരേണ്ടത്, അല്ലേ? ഒരു നല്ല രീതിയിലുള്ള വില നിലവാര നയമായിരിക്കണം, വിലയുടെ നയമായിരിക്കണം ഓർഗനൈസേഷൻ കൊണ്ടുവരേണ്ടത്. മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ മാക്സിമം പ്രൈസിങ് പാടില്ല. ഒരു മോഡറേറ്റ് പ്രൈസിങ്, അതായത് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കൂടി ചിന്തിച്ചിട്ട്, അല്ലേ, തിങ്കിങ് ഓൺ ബിഹാഫ് ഓഫ്, അല്ലെങ്കിൽ തിങ്കിങ് ഓൺ ദ സൈഡ് ഓഫ് കസ്റ്റമേഴ്സ് വൈൽ ഡിസൈഡിങ് ദ പ്രൈസിങ് ഓഫ് ദി പ്രൊഡക്റ്റ്, അല്ലേ? അങ്ങനെ കൂടി ചിന്തിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, പ്രൈസിങ് പോളിസീസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരിക. ഇനി മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്നത് ഗിവിങ് ആഡ്വക്കേറ്റ് ഫ്രീഡം ടു സെലക്ട് ദ പ്രൊഡക്ട്സ് വിച്ച് ദേ റിക്വയർ, അല്ലേ? ദ മാനേജ്മെൻറ്റ് നീഡ് ടു provide adequate freedom to their customers while selecting the products, അല്ലേ? ഒരു ഉൽപ്പന്നം വാങ്ങ് ഇത് നല്ല ഉൽപ്പന്നമാണെന്ന് കളവൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കരുത്. എന്ത് ചെയ്യണം, ആ കസ്റ്റമർക്ക് ചിന്തിക്കാനും അയാളുടെ അഭിപ്രായത്തിൽ ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ അയാൾക്ക് നീഡഡ് ആണെങ്കിൽ വാങ്ങിക്കാനുമുള്ള അവസരം ആര് കൊടുക്കണം, ഒരു ഓർഗനൈസേഷൻ കൊടുക്കണം. അല്ലാതെ കള്ളങ്ങൾ പറഞ്ഞിട്ട് ഫോഴ്സ് ചെലുത്തിയിട്ട് ഒരിക്കലും ഒരു കസ്റ്റമറെയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഷുഡ് ബി മെയ്ഡ് നോൺ ടു കൺസ്യൂമേഴ്സ്, അല്ലേ? ഒരു ഓർഗനൈസേഷൻ പലപ്പോഴും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയേക്കാം, അല്ലേ? ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പുതിയ ഫോണുകൾ വരുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ റെഡ്മി ആയാലും ആപ്പിൾ ആയാലും റിയൽമി ആയാലും ഓപ്പോ ആയാലും വിവോ ആയാലും സാംസങ് ആയാലും അങ്ങനെ പല കമ്പനികളുണ്ട്. അവർ ഓരോ സമയത്തും പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ടുള്ള ഉത്തരവാദിത്തമാണ് അവരുടെ കസ്റ്റമേഴ്സിനോട് ഏത് സമയത്താണോ അവർ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ പുതിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് ആരിലേക്ക് എത്തിച്ചു കൊടുക്കണം, കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കണം. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് corporate social responsibility of a firm is to giving knowledge about the new products and services offered by the firm, അല്ലേ? അത് ഏതിലൂടെ അറിയിക്കണം, they can use advertising and personal selling techniques to കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അല്ലേ? പരസ്യങ്ങളിലൂടെയും വ്യക്തിഗതമായിട്ട് കസ്റ്റമേഴ്സിലേക്ക് പോയിട്ട് അവരെ പഠിപ്പിക്കുകയൊക്കെ ആർക്ക് ചെയ്യാവുന്നതാണ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ചെയ്യാവുന്നതാണ്, അല്ലേ? സോ അറ്റ് ദ സെയിം ടൈം ദേ ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഫോൾസ് ആൻഡ് എക്സാജറേറ്റഡ് മെത്തേഡ്സ് ഓഫ് അഡ്വർടൈസിങ്. തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അധികം നമ്മൾ പൊലിപ്പിച്ച് കാണിക്കുന്ന രീതിയിലൊന്നും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ആർക്ക് വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല, കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമർ ഷുഡ് ബി അവോയ്ഡ്. നമ്മൾ കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്, ഒരു ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തിൻ്റെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ എക്സാജറേഷൻ ഓഫ് ഡീറ്റെയിൽസ്, നമ്മളില്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കി പറയുക, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിനെ പറ്റിക്കാറുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആര് ശ്രമിക്കരുത്, ഒരു കമ്പനിയും ശ്രമിക്കരുത്. അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത് നോ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് എ കമ്പനി ഷുഡ് സെലക്ട് എ സ്യൂട്ടബിൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിയർ പ്രൊഡക്റ്റ്, അല്ലേ? അപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്താൻ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള മാർഗ്ഗങ്ങൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ആവശ്യമാണെങ്കിൽ അത് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റണം, കോർപ്പറേറ്റ്സിന് അല്ലെങ്കിൽ ബിസിനസ് ഫേംസിന് അല്ലെങ്കിൽ നമ്മുടെ വ്യവസായത്തിന് സാധിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ എവിടെയുള്ളത് ഒരു ഹരിയാനയിലുള്ള ഒരു കൈത്തറി ഉൽപ്പന്നം നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്കിപ്പോൾ ത്രൂ ഫ്ലിപ്കാർട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും, അല്ലേ? അപ്പോൾ ഒരു എക്സ് എന്നുള്ളൊരു ഫേം എന്നാണ് നമ്മൾ ആ കൈത്തറി വാങ്ങുന്നതെങ്കിൽ എക്സ് എന്നുള്ള ഫേം വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത്. ഫ്ലിപ്കാർട്ട് എന്നുള്ളൊരു മീഡിയം ഉപയോഗിച്ചിട്ട് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് കേരളത്തിലുള്ള നമ്മളിലേക്ക് സാധനം എത്തിച്ചു തരുന്നു.
ആമസോണും ഫ്ലിപ്കാർട്ടും അങ്ങനെ പല മീഡിയംസും ഉണ്ട്, അല്ലെങ്കിൽ കൊറിയർ സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പം എളുപ്പത്തിൽ വളരെ സേഫായിട്ട് എത്തിച്ചു തരാൻ വേണ്ടി പറ്റുന്ന മാർഗ്ഗങ്ങൾ ആര് സെലക്ട് ചെയ്യണം? ഒരു കമ്പനി സെലക്ട് ചെയ്യണം. എന്ത് എത്തിച്ചു കൊടുക്കാൻ? സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ. ആർക്ക് എത്തിച്ചു കൊടുക്കാൻ? കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ. അതാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഉത്തരവാദിത്തം ആരോടുള്ളത്? ഓർഗനൈസേഷൻസിനോട് ഉള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രോംപ്റ്റ് സർവീസ് ടു കസ്റ്റമേഴ്സ് മസ്റ്റ് ബി എൻഷ്യൂർഡ്. ഇപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ആഫ്റ്റർ സെയിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ, ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് കമ്പനിയിൽ നിന്നാണോ നമ്മൾ വാങ്ങുന്നത് ആ കമ്പനീൻ്റെ തന്നെ സ്റ്റാഫ് വന്നിട്ട് അത് ശരിയാക്കി തരുന്നു അല്ലേ? അതിന് നമ്മൾ എക്സ്ട്രാ ചാർജസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സർവീസിങ്, ആഫ്റ്റർ സെയിൽ സർവീസ് ആയാലും അല്ലെങ്കിൽ സെയിൽ സർവീസ് ആയാലും ആർക്ക് കിട്ടണം? കൺസ്യൂമേഴ്സിന് കിട്ടണം. അത് അവരുടെ ഒരു അവകാശമാണ്, റൈറ്റാണ്. അപ്പോൾ അത് കൊടുക്കുക എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് മസ്റ്റ് ഗാർഡ് ഇറ്റ് സെൽഫ് അഗെയിൻസ്റ്റ് ഒബ്സീൻ ആൻഡ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് അല്ലേ? ഇപ്പോൾ പലതരത്തിലുള്ള മോശം, അരോചകം, നമ്മുടെ എത്തിക്സിന്, നമുക്ക് ഓരോരാൾക്കും എത്തിക്സ് ഉണ്ടല്ലോ, നമ്മുടെ എത്തിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഡ്രഗ്സ്, ഇപ്പോൾ പാൻ മസാലകൾ, അല്ലെങ്കിൽ ലിക്കർ, ഇതിൻ്റെയൊക്കെ പരസ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് അതിൽ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പരസ്യങ്ങൾ, അല്ലെങ്കിൽ പച്ചത്തെറികളൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മോശമായിട്ടുള്ള, നമ്മുടെ സംസ്കാരത്തിന് മോശമായിട്ടുള്ള തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ കാണിക്കുന്നത്, അങ്ങനെ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നും അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാത്ത രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? കോർപ്പറേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആരോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്? കൺസ്യൂമേഴ്സിനോട് അല്ലെങ്കിൽ എംപ്ലോയീസിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് പ്രോപ്പർ ആഫ്റ്റർ സെയിൽ സർവീസ് ടു ദ കൺസ്യൂമേഴ്സ് ഷുഡ് ബി എൻഷുർ. നമ്മൾ നേരത്തെ പറഞ്ഞ സർവീസ് എന്ന് പറയുന്നത് കറക്റ്റ് ഇപ്പോൾ സെയിൽസിൻ്റെ സമയത്തായാലും അല്ലെങ്കിൽ അതിൻ്റെ ഡീലിങ്സിൻ്റെ സമയത്തൊക്കെ ഉള്ളതും ആഫ്റ്റർ സെയിൽ സർവീസ് മുകളിൽ തന്നെ ഉൾക്കൊണ്ടു. ഇവിടെ വീണ്ടും ഒന്നും കൂടെ ആ പോയിന്റ് എടുത്ത് പറയുന്നതേ പ്രോപ്പർ ആഫ്റ്റർ സെയിൽ സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കണമെന്ന്. അതായത് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ സാധനവുമായി കസ്റ്റമേഴ്സിന് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും യഥാസമയത്ത് കൃത്യമായ രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ടും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആർക്ക് പറ്റണം? കമ്പനീൻ്റെ എക്സിക്യൂട്ടീവ്സിന്, അല്ലെങ്കിൽ ആ ജോലി ഏറ്റെടുക്കുന്ന കമ്പനീൻ്റെ തൊഴിലാളിക്ക് പറ്റണം. അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്തു കൊടുക്കുന്നതാണ് ഒരു കമ്പനീൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആരോടുള്ളത്? എംപ്ലോയീസിനോട് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് മസ്റ്റ് ഗാർഡ് അഗെയിൻസ്റ്റ് അഡൾട്രേഷൻ, പുവർ ക്വാളിറ്റി ഹോർഡിംഗ്, പ്രൊഫിറ്റീറിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, സെല്ലിംഗ് സെക്കൻഡ് ഹാൻഡ് ആർട്ടിക്കിൾ ആസ് ന്യൂ എക്സെട്ര. അതായത് പല ബിസിനസ് സ്ഥാപനങ്ങളും അഡൾട്രേഷൻ, അതായത് പ്രായപൂർത്തിയായ ആൾക്കാർ മാത്രം കാണുന്ന തരത്തിലുള്ള പരസ്യങ്ങളും അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ആൾക്കാരുണ്ട്. അതൊരു കാര്യം. പിന്നെ പുവർ ക്വാളിറ്റി, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന പല സാധനങ്ങളും നോക്കുന്ന സമയത്ത്, അതായത് വാങ്ങുന്ന സമയത്ത് അതിന് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുകയും ഉപയോഗിക്കുന്ന സമയത്ത് അതിന് യാതൊരുവിധ ക്വാളിറ്റി ഇല്ലായ്മയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹോർഡിങ്, ചില ആൾക്കാർ പൂഴ്ത്തി വെക്കാറുണ്ട്. അതായത് സാധനങ്ങൾ പൂഴ്ത്തി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിമാൻഡ് ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പ്രൊഫിറ്റീറിങ്, അതായത് അൺഫെയർ ആയിട്ടുള്ള പ്രോഫിറ്റ്, അതായത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൺഎത്തിക്കലായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ, ഇപ്പോൾ ടാക്സ് വെട്ടിച്ചിട്ട്, അല്ലെങ്കിൽ കരിഞ്ചന്ത നടത്തിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് പ്രൊഫിറ്റീറിങ്. ഇനി ബ്ലാക്ക് മാർക്കറ്റിംഗ്, കരിഞ്ചന്ത, 100 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 1000 രൂപ ആണെന്ന് പറഞ്ഞ് വെക്കുന്ന പ്രവണത, ബ്ലാക്ക് മാർക്കറ്റിംഗ്. സെല്ലിംഗ് സെക്കൻഡ് ഹാൻഡ് ആർട്ടിക്കിൾ ആസ് ന്യൂസ്, പുതിയതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കസ്റ്റമേഴ്സിന് ഒരു സെക്കൻഡ് ഹാൻഡ് പഴയ ഉൽപ്പന്നം വിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസ് വേൾഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള മോചനം
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ എംപ്ലോയീസിനോടുള്ള അവരുടെ കസ്റ്റമേഴ്സിനോടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടു എൻഷുർ എ ഫെയർലി വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ് എമംഗ് ഓൾ സെക്ടേഴ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. അല്ലേ, നമ്മുടെ കൺസ്യൂമേഴ്സിന് വൈവിധ്യമാർന്ന പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റണം? കമ്പനിക്ക് പറ്റണം. ഒരേ ഒരു ഉൽപ്പന്നം മാത്രം. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഡാബർ, പൽപ്പൊടി ഉണ്ട്, കോൾഗേറ്റ് ഉണ്ട്, ക്ലോസപ്പ് ഉണ്ട്, സെൻസോഡൈൻ ഉണ്ട്, പെപ്സോഡൈൻ ഉണ്ട്. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നാനാഭാഗത്തുള്ള കൺസ്യൂമേഴ്സിന്, അതിൻ്റെ ഉപഭോക്താക്കൾക്ക് വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കമ്പനീൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് കൺസ്യൂമേഴ്സിനോടുള്ളത്. ലാസ്റ്റ് വണ്ണാണ് പറയുന്നത് ടു എൻകറേജ് ദ ഫോർമേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഫോർ ദിയർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ. പല സമയങ്ങളിലും ഈ ഉപഭോക്താക്കൾക്ക് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഇല്ലാത്ത സമയത്ത് അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് നടക്കില്ല. അല്ലേ, ഇപ്പോൾ ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരു ജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇടപെടാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഫോറം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രേരിപ്പിക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു കോർപ്പറേഷൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ആരോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മുടെ എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ പറഞ്ഞ 12 എണ്ണമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസ്. ഓക്കെ.